രാവിലെ എഴുന്നേറ്റ് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉറക്കം, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം, ജോലി ചെയ്യുമ്പോൾ ഉറക്കം, വൈകുന്നേരമായാലും ക്ഷീണം, രാത്രിയിൽ കിടക്കുമ്പോൾ ഇന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു കുറ്റബോധം. നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? എങ്കിൽ ഇത് മടിയാണെന്ന് മാത്രം കരുതരുത്. ചിലപ്പോൾ ശരീരത്തിന് വിശ്രമം ആവശ്യമാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിത ശൈലി കാരണമാകാം, ചിലപ്പോൾ മനസ്സിൻ്റെ മന്ദതയും ഇതിന് പിന്നിലുണ്ടാകാം. ബുദ്ധൻ്റെ പഠനങ്ങളിൽ ജാഗ്രതയും ബോധപൂർവമായ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എപ്പോഴും ഉറക്കം വരുമ്പോൾ പരീക്ഷിക്കാവുന്ന 7 കാര്യങ്ങൾ നോക്കാം. 1. ആദ്യം നിങ്ങളുടെ ഉറക്കം ശരിയാക്കുക. രാത്രി വൈകും വരെ ഫോൺ നോക്കൂ. രാത്രി ഉറക്കം കുറയും, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ പകൽ മുഴുവൻ ഉറക്കം. ഇതൊരു സൈക്കിളായി മാറാം. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ഉറക്ക സമയം ക്രമപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കൂ. ശരീരത്തിന് ആവശ്യമായ ഉറക്കം നൽകുന്നത് മടിയല്ല, വിശ്രമിച്ച ശരീരത്തിനും മനസ്സിനും മാത്രമേ വ്യക്തമായി പ്രവർത്തിക്കാൻ കഴിയൂ. 2. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക. വളരെയധികം ഭക്ഷണം കഴിച്ചതിന് ശേഷം ശരീരത്തിന് ഭാരവും മന്ദതയും തോന്നാറുണ്ട്. പ്രത്യേകിച്ച് വളരെ ഹെവിയായ ഭക്ഷണം കഴിച്ചാൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാം. ബുദ്ധൻ്റെ ജീവിത പാഠങ്ങളിൽ മിതത്വത്തിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് വിശപ്പിനേക്കാൾ കൂടുതലായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിന് ആവശ്യമായത്ര ഭക്ഷണം കഴിക്കുക. 3. ശരീരത്തെ ചലിപ്പിക്കുക. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരിക്കുന്നു, ഫോൺ നോക്കുന്നു, പഠിക്കുന്നു, വീണ്ടും ഇരിക്കുന്നു. ശരീരത്തിന് ചലനം കുറയുമ്പോൾ മന്ദത കൂടാം. അതിനാൽ കുറച്ചു നേരം എഴുന്നേറ്റ് നടക്കൂ, സ്ട്രെച്ച് ചെയ്യൂ, പുറത്തേക്ക് പോയി കുറച്ച് സമയം നടക്കൂ. സാധ്യമെങ്കിൽ ചെറിയൊരു എക്സർസൈസ് ചെയ്യൂ. മനസ്സിൻ്റെ ഉണർവിന് ശരീരത്തിൻ്റെ ചലനവും സഹായിക്കും. 4. ഉറക്കം വരുമ്പോൾ ഉടനെ അതിനെ കീഴടങ്ങരുത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശരിക്കും ശരീരം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ വിശ്രമം നൽകണം. പക്ഷേ വെറുതെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ, ബോറടിച്ചപ്പോൾ, പഠിക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ ഉറക്കം വരുന്നതുപോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഉടനെ കിടക്കുന്നതിന് പകരം എഴുന്നേൽക്കൂ, മുഖം കഴുകൂ, കുറച്ച് നടക്കൂ, വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോകൂ, നിങ്ങളുടെ പ്രവർത്തനം മാറ്റൂ. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഉറക്കമല്ല, ഒരു ചെറിയ മാറ്റമാണ്. 5. മനസ്സിൻ്റെ മന്ദത ശ്രദ്ധിക്കുക. ചിലപ്പോൾ ശരീരമല്ല ക്ഷീണിച്ചിരിക്കുന്നത്, മനസ്സാണ്. ഒരേ കാര്യം ചെയ്യുന്നത് ബോറടിക്കുന്നു, ഒരു കാര്യത്തിൽ താല്പര്യമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ മനസ്സ് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഉറക്കം അതിൻ്റെ ഒരു രൂപമായിരിക്കാം. അതിനാൽ സ്വയം ചോദിക്കൂ, എനിക്ക് ശരിക്കും ഉറക്കമാണോ? അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ മനസ്സില്ലാത്തതാണോ? ഈ ഒരു ചോദ്യം പോലും നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കൂ. 6. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. പഠിക്കുമ്പോൾ ഫോൺ, ജോലി ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ, ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ, എല്ലാം ഒരുമിച്ച് ഇങ്ങനെ മനസ്സ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഒരു കാര്യത്തിലും ആഴത്തിലേർപ്പെടാൻ കഴിയാതെ വരാം. മൈൻഡ്ഫുൾനെസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ആശയം, നിങ്ങൾ എന്തു ചെയ്യുകയാണോ അതിൽ പൂർണ്ണമായി ഉണ്ടായിരിക്കുക. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, നടക്കുകയാണെങ്കിൽ നടക്കുക, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കൂ. 7. ജാഗ്രതയെ ഒരു ശീലമാക്കുക. ബുദ്ധൻ്റെ പഠനങ്ങളിൽ അപ്പമാദം, ജാഗ്രതയും അശ്രദ്ധയില്ലായ്മയും പ്രധാനപ്പെട്ട ആശയമാണ്. ജീവിതം വെറുതെ കടന്നു പോകാൻ അനുവദിക്കരുത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ചെറിയ ലക്ഷ്യം നിശ്ചയിക്കൂ, അത് പൂർത്തിയാക്കൂ. പിന്നെ അടുത്തത്. ദിവസം മുഴുവൻ ബോധമില്ലാതെ കടന്നു പോകുന്നതിന് പകരം നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ജീവിക്കുക. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്, എപ്പോഴും ഉറക്കം വരുന്നത് ബുദ്ധൻ്റെ ചിന്തകൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന കാര്യമല്ല. നിങ്ങൾ മതിയായ സമയം ഉറങ്ങിയിട്ടും പകൽ മുഴുവൻ അമിതമായ ഉറക്കമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിരന്തരം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാരണമാകാം.
അതിനാൽ ആവശ്യമായാൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക. സ്വയം കുറ്റപ്പെടുത്തരുത്. അവസാനമായി, എപ്പോഴും ഉറക്കം വരുന്നു എന്ന് കരുതി സ്വയം ഞാൻ മടിയനാണ് എന്ന് വിളിക്കരുത്. ആദ്യം നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉറക്കം ശ്രദ്ധിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, മനസ്സിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിത ശൈലി ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. നല്ല ഉറക്കം, മിതമായ ഭക്ഷണം, ശരീരത്തിന് ചലനം, മനസ്സിന് ജാഗ്രത, പ്രവർത്തനത്തിൽ ശ്രദ്ധ, ഇവയെല്ലാം പതുക്കെ ഒരു ശീലമാക്കുക.